ഹലോ. അപ്പൊ ഇന്ന് നമ്മള് TSSന്റെ ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് പോകാനുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു 11 ഒക്കെ ആകുമ്പോഴാട്ടോ വീട്ടിൽ നിന്ന് പോയത്. പ്രോഗ്രാം രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എത്തുമ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പം രാവിലെ കുട്ടികളുടെ പെയിന്റിങ് കോമ്പറ്റീഷനും കളറിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഡ്രോയിങ് ഒക്കെ ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ശരിക്കുള്ള പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഉച്ചയ്ക്ക് നമുക്ക് ഫുഡൊക്കെ അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാ കണ്ണേട്ടനും അപ്പുത്താട്ടനും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല ബിരിയാണി ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മള് നേരെ പിന്നെ ഹാളിലേക്ക് തന്നെ പോയി നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ ഇതാ വല്യമ്മമാരും ചിപ്പി ചേച്ചി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ മോനെ പ്രോഗ്രാമിനൊന്നും നിന്നിട്ടില്ല കേട്ടോ. അപ്പം എല്ലാരും എന്താ നിക്കാഞ്ഞെന്ന് ഇങ്ങനെ ചോദിക്കായിരുന്നു അവനോട്. അപ്പൊ ഇതാ ഇനി അങ്ങോട്ട് ഫുള്ള് അടിപൊളി പ്രോഗ്രാംസ് ആയിട്ടോ. അപ്പൊ നമുക്ക് കാണാം കേട്ടോ എങ്ങനെയാന്ന്. പാട്ട് പാടുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ദിലീപേട്ടനാണ്. ഒരുപാട് വേദികളിലൂടെ പാട്ടുകൾ പാടി ജനഹൃദയങ്ങളിൽ ചെയ്ത് അപ്പൊ ഇതാ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് രണ്ടാൾക്കാർ ചെയ്യുന്ന കോപ്രായങ്ങൾ കണ്ടോ.
പിന്നെ ഇത് ഏട്ടന്മാരുടെ മക്കളാട്ടോ ഡാൻസ് ചെയ്യുന്നത്. അപ്പൊ അതില് ബ്ലാക്ക് ഡ്രസ് ഇട്ട മോള് ഇവരെ ഫ്രണ്ടാണ്.
അതൊക്കെ കഴിച്ചതിന് ശേഷം അപ്പതാ ഈ പിന്നെ ഗെയിമായിട്ട് നമുക്കിതാ കസാരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 10th 12th ഒക്കെ പാസ്സായ പിള്ളേർക്ക് പ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നറുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ കൊടുക്കുന്ന തിരക്കാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. കുറേ നേരമായി മോൻ സമ്മതിക്കുന്നില്ല. അപ്പം ജസ്റ്റ് പുറത്തിറങ്ങി. അപ്പം ഇതാ അവിടെ ഒരു മോള് വന്നു കേട്ടോ. ഞാൻ പേര് ചോദിച്ചപ്പോഴേക്കും ആള് പോയി കേട്ടോ. പിന്നെ അപ്പോഴേക്കും ഇതാ കണ്ണേട്ടൻ വന്നു. ഇതാ സ്നേഹപ്രകടനമാണ് ഏട്ടനും അനിയനും കൂടിയും. ഫസ്റ്റ് റൗണ്ട് എത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതാ സെക്കൻഡ് റൗണ്ട് വല്യച്ഛൻ്റെ വക. അങ്ങനെ തിന്നില്ല എന്നുള്ളൂ. ഭയങ്കര ഉമ്മയൊക്കെ വെച്ചിട്ട് ഈ നല്ല രസമാട്ടോ സത്യം പറഞ്ഞത് കാണാന്. കുഴങ്ങിക്കുന്ന ആള്. അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ.